തെരുവിനെയും തെരുവിലെ മനുഷ്യരെയും സ്നേഹിച്ച ഈ മനുഷ്യനെ അവിടുള്ള ആളുകൾക്കും വളരെ ഇഷ്ടമായിരുന്നു. അപൂർവമായ ചരിത്രമൂല്യമുള്ള നിരവധി ചിത്രങ്ങൾ ചോയ്ക്കുട്ടിയുടേതായിട്ടുണ്ട്. സൂക്ഷിക്കപ്പെടുകയോ സംരക്ഷിക്കപ്പെടുകയോ ചെയ്യപ്പെടാതെ പോയതുകൊണ്ട് വിലപിടിപ്പുള്ള പല ഫോട്ടോകളും നശിച്ചു പോവുകയായിരുന്നു. എന്നെ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു ശരിക്കും, തെരുവിലെ എല്ലാ ആളുകൾക്കും തന്നെ. ശരി, അവരുടെ ആ രീതിയിൽ പെരുമാറുന്നത് കൊണ്ടും ചിത്രങ്ങൾ മിസ്യൂസ് ചെയ്യില്ല എന്നുള്ളൊരു ധാരണ കൊണ്ടായിരുന്നു. ആ ബന്ധമാണ് ശരിക്കും ഈ തെരുവിൽ ഇത്രയും കളക്ഷൻ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളത്. ശരിക്കും ഈ തെരുവ് ചിത്രങ്ങൾ തന്നെ എന്ത് ചെയ്യണമെന്നറിയാതെ ഇഷ്ടമായിരം തെരുവ് ചിത്രങ്ങൾ വന്നു കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു പത്രങ്ങളിൽ നിന്നൊക്കെ വിട്ടതിന് ശേഷം ഇന്നത്തെ മാതിരി അന്ന് ശരിക്കും ഒരു എക്സിബിഷൻ നടത്തുക എന്നൊക്കെ പറഞ്ഞ സംഭവം സാധ്യമല്ല. ശരിക്കും ഒരു ഫോട്ടോ എല്ലാവരും ചെയ്യാന്ന് പറഞ്ഞാൽ തന്നെ 100, 150, 200 റുപ്യൻ്റെ അടുത്തൊരു എല്ലാവരും എനിക്ക് വരുന്ന കാലഘട്ടമാണ്. ശരിക്കും അന്ന് കിട്ടുന്ന ചെറിയ വരുമാനങ്ങൾ മിക്കവാറും ഇങ്ങനെ ഫിലിംസും പ്രിൻ്റൊക്കെ ആയിട്ട് പോകും. ശരി, അങ്ങനെ ശേഖരിച്ച് വെച്ച നല്ലൊരു കളക്ഷനാണ് 2000-ൽ തീർത്തത്. ശരിക്കും അത് ഏറ്റവും കോഴിക്കോട് നഗരത്തിൻ്റെ ഏറ്റവും ചരിത്രപരമായിട്ടുള്ള കുറേ കാര്യങ്ങളായിരുന്നു കത്തി നശിച്ചത്. ശരിക്കും ഒന്നാമത് ഇത് സൂക്ഷിക്കാനുള്ള സ്ഥലങ്ങളില്ല. ഇതിനൊരു സ്മെല്ല് വരും ശരിക്കും, പേപ്പറിൻ്റെ പ്രോമേഡ് പേപ്പേഴ്സിൻ്റെ ആ പേപ്പേഴ്സിൻ്റെ സ്മെല്ലൊക്കെയാണ് ഇതിൻ്റെ കാരണം. ശരി, പിന്നെ പുതിയ വീടുകൾ എന്നൊക്കെ പറഞ്ഞാൽ ഒരു പഴയ ഫോട്ടോസ് ശേഖരിച്ച് വെക്കാനുള്ളൊരു സ്ഥലമായിട്ടൊന്നും കാണുന്നില്ല. അത്രയും ഒരു മഹത്തായ ഒരു സാധനമാണ് കലക്കി എന്നുള്ളൊരു ധാരണ ആർക്കെങ്കിലും വേണ്ട. ശരിക്കും അതിനുശേഷം വീണ്ടും ഇങ്ങനെ ഒരു എക്സിബിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കേരളം മുഴുക്കെ യാത്ര ചെയ്യുകയും 95-ൽ വീണ്ടും പുറത്തുള്ള തെരുവുകളെ പറ്റിയിട്ട് പഠിക്കാനും ഇങ്ങനെയൊരു അവസരം ഉണ്ടായി. ശരിക്കും അങ്ങനെ ഒരു 2003-ൽ തെരുവിൻ്റെ ഓർമ്മയ്ക്ക് കാഴ്ച 2003-ൽ ചിത്രം എക്സിബിറ്റ് ചെയ്യുന്നു. അതിൽ തന്നെ ഏറ്റവും പ്രാധാന്യം എന്തായിരുന്നു കൊടുത്തതെന്ന് വെച്ചാൽ തെരുവിലെടുത്ത ഒരു 14 വർഷം കവർ ചെയ്തൊരു കുട്ടീൻ്റെ ഒരു ചിത്രം തന്നെങ്കിൽ എക്സിബിറ്റ് ചെയ്യാമെന്ന് പറയുന്നു. അനാഥരായ ആളുകൾക്ക് പിന്നാലെ ക്യാമറയുമായി സഞ്ചരിച്ച ഒരാൾ ചോയ്ക്കുട്ടിയെപ്പോലെ മറ്റധികമുണ്ടാവില്ല. മാനുഷിക പരിഗണനയ്ക്കായി സമർപ്പിക്കപ്പെട്ട എത്രയോ ചിത്രങ്ങളുണ്ട് ഈ ഫോട്ടോഗ്രാഫറുടേതായി. കാലത്തിനൊപ്പം സഞ്ചരിക്കുകയും കാലങ്ങളോളം നിത്യദുരിതങ്ങളായ ജീവിതങ്ങൾക്ക് പിന്നാലെ സഞ്ചരിക്കുകയും ചെയ്ത ഫോട്ടോഗ്രാഫറാണ് ചോയ്ക്കുട്ടി. ഈ അനാഥ കുട്ടികളെ ഒരിക്കലും ശരിക്കും നമുക്കങ്ങനെ പേര് ഡീറ്റെയിൽസ് ഒരിക്കലും അച്ഛനും അമ്മയും പോലും തരില്ല. ശരിക്കും കണ്ടംകുളം ടയർ കൂട്ടിയിട്ടുള്ള കുടിലിന് തീ പിടിച്ചിട്ട് അവിടുന്ന് ഒരു കുട്ടീനെ എടുത്തിട്ട്, ചെറിയ കുട്ടി തന്നെ, മുതിർന്ന ഒരു 10 വയസ്സായ ഒരു കുട്ടി ചെറിയ കുട്ടീനെ പ്രസവിച്ച കുട്ടീനെ എടുത്തിട്ട് പുറത്ത് വരുന്നതാണ്. ശരിക്കും അപ്പോൾ അങ്ങനെ ഒരു രസം തോന്നിയപ്പോൾ പലപ്പോഴും ഫോട്ടോഗ്രാഫീൻ്റെ ഒരുപാട് അനുഭവങ്ങൾ, പല ആളുകളും വിദേശത്തൊക്കെ വർഷങ്ങളോളം കഷ്ടപ്പെട്ട് ചിത്രങ്ങളെടുത്ത കഥകളൊക്കെ പഠിച്ചതുകൊണ്ട് നമുക്കതിൽ ഒരു രസകരമായി തോന്നി. ശരിക്കും കുട്ടീനെ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട്. ശരി, ആ ഒരു ചിത്രമാണ് ഈ ചിത്രം. 14 വയസ്സ് വരെ ഫോളോ ചെയ്ത് തീ പിടിച്ച് കഴിഞ്ഞ് ആ കണ്ടംകുളം ഇന്ന് കുളമല്ല, അതവിടെ ഒരു ഫ്രീഡം ഫൈറ്റേഴ്സിൻ്റെ ഒരു സ്മാരകമായിട്ടുള്ളൊരു സംഭവമാണ് ഇപ്പോൾ അവിടെയുള്ളത്. ശരിക്കും ബിൽഡിങ്ങെല്ലാം പോയി കഴിഞ്ഞ് ഒന്നുമില്ല. ശരിക്കും ഈ കുട്ടീനെ സ്ട്രീറ്റിൽ മുട്ടായിത്തെരുവ് കൂടെയൊക്കെ പലപ്പോഴും നടന്നു പോകും. ശരിക്കും ഈ വേറൊരു കുട്ടീൻ്റെ ഉക്കത്ത് കാണും. ശരിക്കും എപ്പോഴും ഉണ്ടായിരിക്കും. ശരിക്കും എവിടെ കണ്ടാലും ഈ കുട്ടീൻ്റെ പിക്ചർ എടുത്തു കഴിഞ്ഞാൽ ആ കൂടെയുള്ള കുട്ടി ഒരിക്കലും എതിർക്കാറില്ല. ശരിക്കും എന്തെങ്കിലും ചില്ലറ പൈസ വാങ്ങിച്ചിട്ട് അങ്ങനെ കൊടുത്ത് ഒഴിവാക്കലായിരുന്നു. അങ്ങനെ ലാസ്റ്റിൽ മനാഞ്ചിറയിൽ 14-ാമത്തെ വയസ്സിൽ ഫ്രീഡം പരേഡിൻ്റെ സമയത്ത് അലുമിനിയം പാത്രമൊക്കെ തലയിൽ വെച്ചിട്ട് ഇങ്ങനെ ഫ്രീഡം അവർ പോകുന്നൊരു ചിത്രത്തോട് കൂടിയിട്ട് തീരുകയാണ് ചെയ്യുന്നത്. പിന്നെ ചിത്രങ്ങൾ എടുക്കുക, സംഭവം ഫോളോ ചെയ്യുക എന്ന് മാത്രമായിരുന്നു ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചിട്ടുണ്ട്. അത് പലരിലും എത്തിക്കുക എന്നുള്ള ഒരു ഭാഗം അന്നില്ലായിരുന്നു. ശരിക്കും ചോയ്ക്കുട്ടി എന്ന പ്രസ് ഫോട്ടോഗ്രാഫറുടെ മാത്രം ക്യാമറയിൽ പതിഞ്ഞ ഒരു ചിത്രമാണിത്. പുറം ലോകം അറിയാതെ പോകുമായിരുന്ന ഒരു കൊലപാതക കഥ ലോകമറിഞ്ഞത് ഈ ഫോട്ടോഗ്രാഫിയിലൂടെയാണ്. പോലീസ് ലോകകപ്പിൽ നിഷ്ഠൂരമായി കൊല ചെയ്യപ്പെട്ട കുഞ്ഞീവി എന്ന സ്ത്രീയുടെ ഈ ചിത്രം കണ്ട് കേരളം ഞെട്ടിത്തെറിക്കുകയും പൊട്ടിത്തെറിക്കുകയും ചെയ്തു. അന്ന് കൊലപാതകികളെ കണ്ടെത്താൻ ആവശ്യപ്പെട്ട് ഡൽഹിയിലെ പാർലമെന്റ് വരെ നീണ്ടുപോയി പ്രക്ഷോഭങ്ങൾ. കാലിക്കറ്റ് ടൈംസിൽ വർക്ക് ചെയ്യുന്ന കാലത്ത് തന്നെ നല്ലൊരു ഡിപ്പാർട്ട്മെൻറ്റ് ഒക്കെ ആയിട്ട് നല്ലൊരു ബന്ധമുള്ളൊരു ഫോട്ടോഗ്രാഫറായിരുന്നു ഞാൻ. ശരിക്കും ഏറ്റവും കൂടുതൽ നഗരത്തിൽ എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും കാരണം കാലിക്കറ്റ് ടൈംസിന് കിട്ടുമായിരുന്നു. ശരിക്കും അങ്ങനെ നഗരത്തിൽ നിന്നൊരു ഇങ്ങനൊരു കൊലപാതകം ഉണ്ടെന്നുള്ളത് പോലീസ് തന്നെയാണ് ചെറിയൊരു ഇൻഫർമേഷൻ എനിക്ക് കിട്ടുന്നത്. ശരിക്കും ലോക്കപ്പിൻ്റെ അകത്ത് കടന്ന് ചിത്രം എടുത്ത് പുറത്ത് വന്നപ്പോഴാണ്
ശരിക്കും ഇതിനേക്കാൾ നല്ല മനോഹരമായ മറ്റൊരു ചിത്രം ഉണ്ടാകുന്നു ശരിക്കും. ആദ്യത്തെ ഭാര്യനെ മൊയ്യിലെ ഭാര്യനെ ഭർത്താവിനെ കൊണ്ടുവന്നിട്ട് റെക്കോർഡാക്കുന്ന ശരിക്കും അയാൾ പിന്നെ ലോക്കപ്പ് പിടിച്ച് കരയുന്നൊരു പടം ഉണ്ടായിരുന്നു. ആ പടം എടുക്കുകയാണെങ്കിൽ ഈ പടം പുറത്തു വരില്ലായിരുന്നു ശരിക്കും. ആ പടം എടുത്തതിനെ കൊണ്ടാണ് പിന്നെ ആ പടം എടുക്കാതെ പോയതിനെ കൊണ്ടാണ് ഈ സംഭവം പുറത്ത് വന്നുള്ളത്. ഒരു ലോക്കപ്പിൽ മുഴുവൻ സൈക്കിളും മറ്റേ ലോക്കപ്പിൽ ഫ്രീ ആയിട്ട് കിടക്കുന്ന ഒരു സാധനമാണ് ശരിക്കും അടയ്ക്കാനൊന്നും പറ്റില്ല ശരിക്കും. അതിൻ്റെ അകത്ത് ഒരു തൂങ്ങി മരിച്ച രീതിയിലുള്ള ഒരു ചിത്രമായിരുന്നു ഉണ്ടായിരുന്നു ശരിക്കും. പിന്നെ ഈ ചിത്രത്തിൽ കംപ്ലീറ്റ് ആയിട്ട് പിന്നെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാവുന്ന എല്ലാ സാധനങ്ങളും ആ ഫോട്ടോഗ്രാഫ്സിൽ ഉണ്ടായിരുന്നു ശരിക്കും.